മൂത്ത പെൺകുട്ടി ഒപ്പം പഠിച്ച ഒരു പയ്യനായിട്ട് ഒളിച്ചോടി. എന്റെ സെക്ഷലി പാരന്റ്സിനോട് പറഞ്ഞപ്പോ അവർ അത് വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞാൽ സെക്ഷൽ റിലേഷനിലേക്ക് കടക്കാൻ അവർക്ക് പേടി. ഒരു ഹസ്ബൻഡ് വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ്. ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവന്നത് തെറ്റായി പോയോ ചോദിച്ചപ്പോ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ പിള്ളേരൊക്കെ കളിയാക്കി. ഇല്ല, പ്രേമിക്കുന്ന കാലത്ത് ആൾക്ക് അമ്മയെ ഓർമ്മ വന്നത് എന്നെ ചതിച്ച പോലെ തോന്നി. കുടിച്ച് വന്ന് കുട്ടിക്കാലത്ത് എന്നോട് മോശമായി പെരുമാറി. ജീവിതത്തിൽ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ദേഷ്യത്തില് എന്നോട് വഴക്കിട്ട ശേഷം വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. അംബാനിയെ കല്യാണം കഴിച്ചു. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. അപ്പൊ ഞാൻ വളരെ സന്തോഷാണ്. കാരണം നമ്മുടെ ഇന്ന് 2 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗേളി ടോക്കിന്റെ 3ാമത്തെ വീഡിയോ ആണ്. പക്ഷെ ഈ 2 വീഡിയോയ്ക്കും കിട്ടിയ ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കണമെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളുടെ 3ാമത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കമന്റിനും എല്ലാ സപ്പോർട്ടിനും നന്ദി പറയാണ്. എനിക്കറിയാം നന്ദിയോട് മാത്രം ഒന്നും ആവില്ല. പിന്നെ എനിക്ക് കുറച്ച് മെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരുടെ വിഷമങ്ങളും അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഒരു ചോദ്യം പറയില്ലേ, അതേപോലെ അവരുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാൻ വായിക്കാറുണ്ട്. അത് എല്ലാം നല്ലതാണ്. അവരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ അതൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഐശ്വര്യ വേണുഗോപാൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐശ്വര്യ വേണുഗോപാൽ. ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ചോദ്യം ഞാൻ നോക്കാട്ടോ. ഒരു വീട്ടിലെ 2 പെൺകുട്ടികളുണ്ട്. ആദ്യത്തെ മൂത്ത പെൺകുട്ടി ഒപ്പം പഠിച്ച ഒരു പയ്യനായിട്ട് ഒളിച്ചോടി പോയി. അതിനുശേഷം വീട്ടുകാര് ഈ 2ാമത്തെ പെൺകുട്ടിയെ നോക്കുന്നത് ഈ പെൺകുട്ടി അതുപോലെ പോവോന്ന് ഉള്ള ആ കണ്ണിലാണ് ഞാൻ വായിക്കത്. എന്റെ ചേച്ചി കൂടെ പഠിച്ച ചെക്കനായി ഒളിച്ചോടി പോയതാണ്. അതിനുശേഷം വീട്ടുകാർ എന്നെ ഗേൾസ് ഓൺലിയിലേക്ക് മാറ്റി. നോട്ട്സ് ചോദിച്ച് ഏതെങ്കിലും പോയി വിളിച്ചാൽ കൂടെ നീയും അവളെ പോലെ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞ് കരയുന്നു. ബട്ട് ഐ ലവ് മൈ പാരന്റ്സ് മോസ്റ്റ്. ഓക്കെ, സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായിണ്ടാവില്ലേ. വീട്ടില് 2 പെൺകുട്ടിയാണ്. മൂത്ത പെൺകുട്ടി ഒപ്പം പഠിച്ച ആളായിട്ട് ഒളിച്ചോടി. അപ്പോ അതിപ്പോ തന്നെ മിക്സിൽ പഠിച്ച ഈ കുട്ടീനെ ഗേൾസ് ഓൺലി സ്കൂളിലേക്ക് സ്കൂളിലോ കോളേജിലോ എവിടെ വെച്ചാൽ മാറ്റി. അതിനുശേഷം ഏതെങ്കിലും നോട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് ഏതെങ്കിലും കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ബോയ്സ് പ്രത്യേകിച്ച് വിളിച്ച ഈ പാരന്റ്സിന് ഡൗട്ടാണ് ഈ കുട്ടീനെ. എന്നിട്ട് പറയാണ്, നീയും അവളെ പോലെ തന്നെയാണല്ലേ, നിനക്കും ഉണ്ടല്ലേ ലവ് റിലേഷൻ, നീയും അവളെ പോലെ ഓടും, ഞങ്ങൾക്കറിയാം. ആ മോഡലിലൊക്കെ ടോക്ക് ഈ കുട്ടിയോട് നടത്തുകയാണ്. പക്ഷെ ഈ 2ാമത്തെ കുട്ടി എന്താണ്, ശരിക്കും ആ കുട്ടിക്ക് ഇങ്ങനെ റിലേഷൻ ഒന്നും ഇല്ല. വീട്ടുകാരെയാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടി സ്നേഹിക്കുന്നത്. അതാണ് ലാസ്റ്റ് പറയുന്നത്. ബട്ട് ഐ ലവ് മൈ പാരന്റ്സ് മോസ്റ്റ് എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിക്ക് ഈ കുട്ടിയുടെ പാരന്റ്സിനെയാണ് ഇഷ്ടം. ഈ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ഈ കുട്ടി എത്ര പറഞ്ഞിട്ട് ഈ പാരന്റ്സിന് വിശ്വാസം ആവണല്ലേ തോന്നുന്നു. മോളെ നീ അത് മിക്ക ഫാമിലിയിലും ഫസ്റ്റത്തെ ഒരാള് ലവോ റിലേഷനോ എന്തെങ്കിലും കാര്യം ഉണ്ട്, അല്ലെങ്കിൽ അതായിട്ട് ഒളിച്ചോടിയെങ്കിൽ 2ാമത്തെ കുട്ടിയുടെ കഷ്ടകാലാണ്. ഈ ലവ് റിലേഷന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. മൂത്ത കുട്ടി നല്ല പഠിക്കണ കുട്ടിയാണെങ്കിൽ കൂടെ 2ാമത്തെ കുട്ടി പഠിക്കില്ല എങ്കിൽ ആ കുട്ടിയെ പറയും, നീ ചേട്ടനെ പോലെ ആയിക്കൂടെ, ചേട്ടനെ പോലെ. ആ ഒരു ഇതാണ്. കാരണം അതങ്ങനെയാണ്. പാരന്റ്സ് ആയാലും നാട്ടുകാരായാലും അങ്ങനെയാണ് കേട്ടോ. അപ്പൊ മൂത്ത ആള് ഒളിച്ചോടി പോയെങ്കിൽ നിങ്ങളെ മോളുടെ മേത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതൊരു കോമൺ ആണ്. പക്ഷെ മോളുടെ പാരന്റ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഞാൻ ചേച്ചിയെ പോലെയല്ല, ചേച്ചി വേറെയാണ്, ഞാൻ വേറെയാണ്. ചേച്ചിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് ചിലപ്പോ വീട്ടുകാര് സമ്മതിക്കൂല്ലേ എന്നുള്ള പേടിയിൽ ആള് ഒളിച്ചോടിയതായിരിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എനിക്കിപ്പോ അങ്ങനെയൊന്നും റിലേഷൻ ഇല്ല. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള അറേഞ്ച് മാരേജ് ആയാലും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ നിങ്ങളെയാണ് സ്നേഹിക്കണേന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറയുന്നില്ലല്ലോ, ഒരു ലവ് ഒരു ഇഷ്ടം അതൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു ഓൾഡ് പാരന്റ്സ് കണ്ടിട്ടുണ്ടോ? അവർക്ക് നമ്മുടെ ഈ അച്ഛനമ്മ അവർക്കൊക്കെ അവരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അവര് മരിച്ചു പോകുമ്പോ ഇരുന്ന് കരഞ്ഞ് അലമുറയിട്ട് അയ്യോ എന്റെ അച്ഛൻ പോയി, എന്റെ അമ്മ പോയി എന്ന് പറഞ്ഞ്
കരയുന്നവരായിരിക്കും. പക്ഷെ അന്നൊക്കെ പേടിച്ചിട്ട് ഇവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അച്ഛനൊക്കെ പേടി, അമ്മേനെ പേടി, എന്ത് ചോദിച്ചാലും അപ്പൊ വടിയെടുത്തടിക്കണം അച്ഛൻ, അച്ചാച്ചൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം ഈ വടിയും അടിയും തൊഴിയൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കുന്ന പേരൻസ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ മോള് പറഞ്ഞു, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല, വീട്ടുകാർ പറയുന്ന പോലെയാണ്. നിങ്ങൾ ഈ ചേച്ചി പോയിന്ന് വെച്ചിട്ട് എന്നെ സംശയിക്കാതിരിക്കില്ലേ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് മോള് അതിന്റെ ചെയ്തികളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുമ്പോൾ ഇതിന്റെ തലയിൽ ഇടിക്കുന്നു. അടുത്തത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യാട്ടാ. യൂട്യൂബ് വീഡിയോയിലൊക്കെ എത്ര നല്ല സന്തോഷത്തോടെയാണ് പല വ്ളോഗേഴ്സും ജീവിക്കുന്നത്. ബട്ട് എൻ്റെ വീട്ടിൽ താമസിക്കാനേ എനിക്ക് താല്പര്യം തോന്നുന്നില്ല. ഇതിന് എനിക്ക് എന്തായാലും പറയണം, ഇത് ഗേളി ടോക്ക് അല്ലെങ്കിൽ കൂടി, അതായത് ഇത് ഗേളി ടോക്ക് ആവാൻ ഇത് പറയാം. നമ്മളുണ്ടല്ലോ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതാണ് അവരുടെ ലൈഫ് എന്ന് പറയും. ഈ അടുത്ത് ഒരു കുട്ടി പാളീസായ ഫാമിലി ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറയേണ്ട, ഡാൻസ് ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കാരണം അവരവരെ നല്ലത് മാത്രമേ നാട്ടുകാരെ കാണിക്കുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഹാപ്പിനെസ്, അവരുടെ ഹാപ്പിനെസ് മാത്രമേ അവർ കാണിക്കുള്ളൂ. അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അവരത് കാണിക്കില്ല. പെട്ടെന്ന് എങ്ങാനും വല്ല അത്രയും സാഹചര്യം വന്നാൽ മാത്രമേ അവരവരുടെ വിഷമങ്ങളൊക്കെ പറയുള്ളൂ. കാരണം അവർക്കറിയാം എന്ത് കാണിക്കണം. അഥവാ എഡിറ്റിങ്ങിൽ എങ്ങാനും വല്ല ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഡിറ്റിങ്ങിൽ അവർ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ഓ എന്തൊരു ആങ്ങളെയും പെങ്ങളും സ്നേഹം, അങ്ങനെ എന്തൊരു ഭാര്യ ഭർത്ത സ്നേഹം, അങ്ങനെ എന്താ അച്ഛനും അമ്മയും സ്നേഹം, എന്താ അമ്മായിമ്മ മരുമോൾ സ്നേഹം, ഒക്കെ പൂളുകയാണ്. അവരുടെ വീട്ടിൽ ഈ തല്ലൂട്ടും കുറ്റം പറയലും കുശുമ്പും പുന്നായ്മയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കറിയാം എന്ത് നിങ്ങളെ കാണിക്കണമെന്ന്. പക്ഷെ അതിനെക്കാട്ടും നല്ല ഫാമിലിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഞാൻ അതിനെക്കാട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും, അങ്ങനെ അതിനെക്കാട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ഭർത്താവും ഭാര്യയും, അല്ലെങ്കിൽ അതിനെക്കാട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഫാമിലിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പക്ഷെ നിങ്ങളും ഈ ഇവര് കാണിക്കുന്ന മോഡിഫൈഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് കിണറ്റിലിടണമെന്ന് ചിന്തിച്ചു കൂട്ടാണ്. അങ്ങനെ ചിന്തിക്കേ വേണ്ട. അവരവരുടെ വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യണേന്ന് മനസ്സിലായില്ലേ, എഡിറ്റ് ചെയ്ത് നല്ലത് മാത്രം എടുത്ത് പ്രേക്ഷകരുടെ മുമ്പിൽ വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫാമിലി അങ്ങനെയല്ല. അവര് നിങ്ങൾക്ക് വേണ്ടി അവരവരായി തന്നെ ജീവിക്കുന്നതാണ് അവരുടെ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിലുള്ളത് കേട്ടോ. അപ്പൊ അവരെ താല്പര്യം ഒന്നിച്ച് ജീവിക്കാൻ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഫാമിലി റിയലും നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഫാമിലി റിയലും ആണ് കേട്ടോ. രണ്ടും അതൊരു സിനിമയാണ്, നിങ്ങളുടേത് ജീവിതമാണ്. ആ ഒരു വ്യത്യാസത്തിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കുറെ പേര്, ഞാൻ പണ്ടൊക്കെ ഈ യൂട്യൂബ് വീഡിയോ ഞാൻ കമന്റ് ഇടയ്ക്ക് ഇടാറുള്ളൂ. പക്ഷെ കുറെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മിക്ക ഫാമിലി വ്ളോഗിന്റെയും അടിയിലായിട്ട് കാണുന്നതാണ്, ഓ ഇത് കാണുമ്പോഴാ എന്റെ അച്ഛനെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്, ഓ ഇങ്ങനൊരു അമ്മ. ഇതൊക്കെ കാണുമ്പോ ആ തള്ളേനെ, എന്റെ വീട്ടിലിരിക്കുന്ന തള്ളേനെ എടുത്ത് വല്ല കൂപ്പത്തൊട്ടിയിലും ഇടാൻ തോന്നുന്നു. എന്തൊരു വർത്താനാണ്. നിങ്ങൾ നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയും പറ്റിയിട്ടാണ് ഈ മറ്റുള്ളവർ കാണുന്ന നിങ്ങളുടെ ഈ കമന്റ് ഇടുന്നവരുടെ ഐഡന്റിറ്റി അവിടെ പ്രൂവൺ ആണ് അവിടെ കൊണ്ടിടുന്നത്. അങ്ങനെ ഇടാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ സ്വയം താഴ്ത്താതെ ഇരിക്കുക കേട്ടോ. ഒരു ചോദ്യം, ചോദ്യമില്ല, ഒരു ഇത് കേട്ടോ. വീട്ടുകാരെ ധിക്കരിച്ചിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. അച്ഛനും അമ്മയോടും മിണ്ടാത്ത കാരണം ഇപ്പൊ സങ്കടാവുകയാണ്. അവരോട് ഇനി മിണ്ടാനേ പറ്റില്ലേ. ഒരിക്കൽ പോയപ്പോ അച്ഛൻ ഗേറ്റ് പൂട്ടിയിട്ടു. ഓക്കെ, അത് മിക്ക ഒളിച്ചോട്ട വിവാഹത്തിലും വരുന്ന പ്രശ്നമാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി പിന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുന്നു. പക്ഷെ അതിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. നമ്മൾ ഇത്ര കൊല്ലം വളർത്തിയ അച്ഛനെയും അമ്മേനെയും ഉപേക്ഷിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് പോലും അറിയില്ല ഏതോ ഒരു ചെക്കൻ, അങ്ങനെ വേണ്ട തിരിച്ചു കിട്ടോ, ഈ കേറി ചെല്ലുന്ന എല്ലാ ചെക്കന്മാരെയും അവരുടെ സ്വന്തം വീട്ടിൽ കയറ്റിന്ന് വരില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഒരു ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ എടുക്കും, പിന്നെ റെന്റിന് പോവും, വാടകയ്ക്ക് പോവലൊക്കെയാണ് പതിവ്. അപ്പൊ ഇത്ര കാലം വളർത്തിയ മോനായാലും മോളായാലും പെട്ടെന്ന് ഒരു ദിവസം ഏതോ ഒരാളുടെ ഒപ്പം ഇറങ്ങി പോകുന്നത് കാണുമ്പോ വീട്ടുകാർക്ക് ഇഷ്ടാവില്ല. അവര് പിന്നെ അവരോട് മിണ്ടണോ? അതിന് ഇവരുടെ മക്കളിൽ നിന്ന് ഇത് പ്രതീക്ഷ ഉണ്ടാവില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ പ്രതീക്ഷ ഉണ്ടാവില്ല. വേണമെങ്കിൽ ഈ പെൺകുട്ടി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടുണ്ടാവില്ല. കാര്യം പറയാം, എനിക്ക് ഇന്ന ചെക്കനെ ഇഷ്ടാണ് എന്ന് പറയാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അഥവാ പറഞ്ഞു ഒരു കൊല്ലൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ട് ഒളിച്ചോടിയ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ
എനിക്ക് ഇത് വായിച്ചപ്പോ തോന്നിയത് ആ കുട്ടി വീട്ടിലൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും വീട്ടുകാർക്ക് ഇത്ര ദേഷ്യം ഈ കുട്ടിയോട്. അതാണ് ഈ കുട്ടി എന്നിട്ട് അച്ഛനോടും അമ്മോടും ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര ഇഴകിച്ചേർന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അതാണ് അച്ഛനും അമ്മേനെയും കാണാണ്ട് ഉറക്കം വരുന്നില്ല, സങ്കടാവണു. എന്നിട്ട് ഈ കുട്ടി പോയി, അപ്പൊ ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്. ഈ കുട്ടിക്ക് എന്ത് വിഷമം ഉണ്ടാവും? ചിലപ്പോ ഈ കുട്ടിയുടെ മുമ്പില് ഇങ്ങനെ അഹങ്കാരത്തിന് ദേഷ്യത്തിന് നിന്ന് അച്ഛകത്ത് പോയി കരയായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാ വെച്ചാ, ഇത് പരമാവധി നിങ്ങൾ തന്നെ മോളും മോളുടെ ഹസ്ബൻഡും പോയിരുന്ന് സോൾവ് ചെയ്ത്. ഇതിനു വേണ്ടി കുഞ്ഞിക്കാലൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം കുട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. നിങ്ങൾ പറഞ്ഞത് എന്തായാലും അവര് കേൾക്കാൻ ചെവി തരും. പക്ഷേ നിങ്ങൾ അവരെ ദുഃഖിപ്പിച്ച പോലെ കുറച്ച് പിന്നാലെ നടക്കണം എന്ന് മാത്രം കേട്ടോ. എനിക്ക് അതാണ് തോന്നിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. ഞാൻ ചിന്തിക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ സൊല്യൂഷൻ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇതിന് വേറെ സൊല്യൂഷൻ ആയിരിക്കാം പറയാനുണ്ടാവുക. അത് കമന്റ് ആയിട്ട് ഇട്ടോളാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പോട്ടെ, അത് പോയി. ഞാൻ എന്തോ ഇങ്ങനെ പറയാൻ വേണ്ടി വന്നു, അങ്ങനെ പോയി. ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ചേച്ചി, എന്റെ മാമൻ എന്റെ സെക്ഷുവലി പാർട്ടിൽ തൊടാൻ നോക്കി പാരന്റ്സിനോട് പറഞ്ഞപ്പോ അവർ അത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, നമ്മള് കുട്ടികളെ ഇപ്പൊ ഇത് കാണുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ എല്ലാവരും ഒരു പാരന്റ് ആവുമല്ലോ. അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ ഒരു ടീനേജ് വരെ അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അതിൽ കഴമ്പുണ്ടാവും മനസ്സിലാക്കുക. കാരണം അവർക്ക് തന്നെ സ്കൂളിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തില് എന്തൊക്കെ ഹൈയാന്ന് പറഞ്ഞാലും സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അപ്പോ ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ബാഡ് ടച്ച്, അപ്പൊ ആ കുട്ടിക്ക് ആ പാർട്ടിൽ ആരെങ്കിലും തൊട്ടാം അത് പൊട്ടേന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പൊ ആ കുട്ടി വന്ന് നിങ്ങളോട്, അതായത് ആ കുട്ടിയുടെ പാരന്റ്സിനോട് അത് പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക. അത് ഏത് ആങ്ങളെയായാലും ഭർത്താവായാലും ഭാര്യയായാലും അച്ഛനായാലും അച്ഛമ്മയായാലും അത് ബാഡ് ടച്ച് ആണെങ്കിൽ അവര് എത്ര അടുത്ത ബന്ധുക്കളായാലും നീക്കി നിർത്തുക. കാരണം നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ്. ഞാൻ പറയാ ചെറുപ്പത്തിലൊരു സെക്ഷുവലി മോശം അനുഭവം നേരിട്ട ഒരു കുട്ടി, പെൺകുട്ടിയും ഉണ്ട് ആൺകുട്ടിയും ഉണ്ട് കേട്ടോ. ഈ ഗേളി ടോക്ക് ചില പെൺകുട്ടികളുടെ മാത്രം ഞാൻ ഒരിക്കലും പറയുന്നില്ല. കുറെ ആൺകുട്ടിയുടെ ചെറുപ്പത്തിൽ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചില് ഈ ബാഡ് ടച്ചിൽ കൂടെ കടന്നുപോയ ആൾക്കാരുണ്ട് കേട്ടോ. പല സ്ത്രീകളും പല പുരുഷന്മാരും ഈ ആൺകുട്ടികളുടെ ദേഹത്തും ഈ സെക്ഷുവലായി ടച്ച് ചെയ്തിട്ടായിട്ടൊക്കെ ഞാൻ കുറെ ന്യൂസ് പേപ്പേഴ്സ് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെയാണ് പുറത്തു വരുന്നതെന്ന് മാത്രം. കല്യാണം കഴിയുമ്പോഴേ ഇതിന്റെ പ്രധാന, ഇപ്പൊ നിങ്ങളുടെ മക്കൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലേ? ചിലപ്പോ പേടിയാവും. കാരണം എന്റെ മാമനാ, എന്റെ പാപ്പനാ, എന്റെ അച്ഛനാ, എന്റെ അച്ചാച്ചനാ, എന്റെ അധ്യാപകനാ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പാരന്റ്സിനോട് പറയാ. നിങ്ങൾ ഇപ്പൊ ഈ മക്കളെ വിശ്വസിക്കാത്ത പാരന്റ്സ് കുറച്ച് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ഉണ്ടാകുന്ന അനുഭവം ആഫ്റ്റർ മാരേജ്, ഗേൾസിലാണെങ്കിൽ വജൈനമേഷ്യസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു രോഗമുണ്ട്. അതായത് ഇവർക്ക് സെക്ഷുവലിന്, അത് വിവാഹം കഴിഞ്ഞാൽ സെക്ഷൽ റിലേഷനിലേക്ക് കടക്കാൻ ഇവർക്ക് പേടി. കാരണം അന്ന് കുട്ടിയില് 1ാം ക്ലാസ്സിൽ പറഞ്ഞ് 5-6 വയസ്സുള്ളപ്പോ നേരിട്ട അനുഭവമായിരിക്കാം. പക്ഷെ അവർക്ക് അത് ഈ ടൈമിൽ ഓർമ്മ വന്ന് ഇവർക്ക് പാർട്ട്ണറായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ ഭയങ്കര പേടിയായിരിക്കും. ഇതൊക്കെ പല പഠനങ്ങളും പറയുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ മക്കൾ പറയുന്നത് വിശ്വസിക്കുക അവർക്ക്. അപ്പോ അതിൻ്റെതായ സപ്പോർട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുക. ചിലപ്പോ അപ്പൊ ഭാവിയിൽ ഈ ഇഷ്യൂ അവര് നേരിടാണ്ടിരിക്കാം. അല്ലെങ്കിൽ അവര് നോക്കൂ, വിവാഹം കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലോട്ട്, അവരുടെ ജീവിതത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടക്കുമ്പോഴായിരിക്കും അവർക്ക് അന്ന് കുട്ടിയിൽ നേരിട്ട് ഈ അനുഭവങ്ങളൊക്കെ റീകളക്ട് ചെയ്ത് പിന്നെ അവരുടെ ജീവിതത്തില് അവരുടെ മാരിറ്റൽ ലൈഫിനെ ബാധിക്കും. അപ്പൊ പാരന്റ്സ് അത് ശ്രദ്ധിക്കുക കേട്ടോ. ആ കുട്ടി മോളെ വീട്ടിൽ പറയാട്ടെ, എന്തുണ്ടെങ്കിലും വീട്ടുകാരെ വിശ്വസിക്കുന്ന ടീച്ചറിനോട് പറയാം. ടീച്ചർ വിളിച്ച് 4 പറയുന്നത് സെറ്റ് ആയിക്കോളും. അടുത്തൊരു ചോദ്യം നോക്കാം. ഞാൻ ഒരു ഹസ്ബൻഡാണ്, എന്റെ വീട്ടിൽ ഞങ്ങളുടെ മാരേജിന് ഓക്കെ ആയിരുന്നു. അതായത് നമുക്കൊരു ഹസ്ബൻഡിന് മെസ്സേജ് ആട്ടാണത്. അത് കാരണം എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഹസ്ബൻഡാണ്, എന്റെ വീട്ടിൽ ഞങ്ങളുടെ മാരേജിന് ഓക്കെ ആയിരുന്നു. ബട്ട് അവളുടെ വീട്ടിൽ സമ്മതിച്ചിരുന്നില്ല. അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ട് വന്നതാണ്. ആഫ്റ്റർ മാരേജ് ഷീ ഈസ് വെരി ഡിപ്രസ്ഡ്. എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റാത്തതുപോലെ ഞാൻ അവളെ ഇറക്കിക്കൊണ്ടു വന്നത് തെറ്റായി പോയോ എന്നാണ് ആള് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡും വൈഫും, എനിക്ക് ആദ്യമേ ഈ ഹസ്ബൻഡിനോട് നല്ല താങ്ക് യു ഫോർ ഷെയറിങ് ദ മെസ്സേജ്. കാരണം എന്താ വെച്ചാ
പല ഇഷ്യൂസും ഉണ്ട്. ചിലപ്പോ അതായത് ഗേളി ടോക്ക് ആണെങ്കിലും ആള് ഗേൾ ആയിരിക്കണം മെസ്സേജ് അയക്കുന്ന നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടില് ഇപ്പൊ ലവറിന്റെ ഇഷ്യൂ ആയിരിക്കും, ബോയ്സിന് മെസ്സേജ് അയക്കാൻ കുഴപ്പമില്ല, ഞാൻ റിപ്ലൈ തരും. പക്ഷെ എന്റെ അഭിപ്രായമാണ് മാത്രം ആ ഒരു ഇഷ്യൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ മെസ്സേജ് കണ്ടിട്ട് ഇവര് വീട്ടിൽ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഈ ഗേളിന്റെ വീട്ടിലും ഇവരുടെ ലവ് റിലേഷന്റെ കാര്യം അറിയാം, എന്നിട്ട് സമ്മതിക്കാനാണ്. കാരണം അല്ലാതെ ബോയുടെ വീട്ടിൽ മാത്രം അറിഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. എന്തായാലും ഗേളുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്, ഗേളിന്റെ വീട്ടിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടി ഇറങ്ങി വന്നതിന് ശേഷം, ഭർത്താവിന്റെ വീട്ടിലെത്തിയതിനു ശേഷം അച്ഛനും അമ്മേനെ കുറിച്ച് ഓർത്തിട്ട് ഡിപ്രസ്ഡ് ആണ്. ഇങ്ങനെ വരണായിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ ഓർത്തിട്ട് ഡിപ്രസ്ഡ് ആണ്. പക്ഷെ ഈ ഹസ്ബൻഡ് ഈ കുട്ടിയുടെ ചിന്തയുടെ, അതായത് ഈ കുട്ടിയുടെ സ്ട്രെസ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. നല്ല കാര്യമാണ് കേട്ടോ അത്. എനിക്കത് ഇഷ്ടമായി. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ചിലപ്പോ വീട്ടുകാരുടെന്ന് ഇത്തിരി, നമ്മള് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാണ്ടേ. ഗേൾസിന് വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റാ. ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിന്റെ ഫാമിലി, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റാ. അപ്പം ഇത്ര കാലം നമ്മളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചുണ്ടാക്കി അച്ഛനെയും അമ്മേനെയും ധിക്കരിച്ചുകൊണ്ട് പോകുന്ന കാരണം ചിലപ്പോ ആ പെൺകുട്ടിക്ക് ഒരു സ്ട്രെസ് ലെവല് കൂടിയിട്ടുണ്ടാവും, ഡിപ്രഷൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. നല്ലൊരു കൗൺസിലറിനെ കാണിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങൾ ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും സപ്പോർട്ടായി നിൽക്കുക. അത് മാത്രല്ല, തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, കല്യാണം കഴിഞ്ഞില്ലേ, എന്തായാലും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ ചെന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് കാര്യം പറയും. എന്തായാലും മാരേജ് കഴിഞ്ഞില്ലെങ്കിൽ ഈ ദേഷ്യമൊക്കെ വെച്ചിരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഒരു ഹെൽത്തി ടോക്ക് നടത്തി സെറ്റ് ആക്കാൻ നോക്കുക കേട്ടോ. എന്തായാലും സെറ്റ് ആവും. അതിന് ഇറക്കിക്കൊണ്ട് വന്ന് തെറ്റായി പോയി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഇറങ്ങിയതല്ലേ. വീട്ടിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കണേ അല്ലെ. അപ്പൊ അതൊരു തെറ്റായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ചേച്ചി, ഞാൻ നല്ല പഠിപ്പിസ്റ്റാണ്, എനിക്ക് ലോയർ ആവാനാണ് താല്പര്യം. ബട്ട് വീട്ടുകാർ CAക്ക് പോയാൽ മതിയെന്ന് നിർബന്ധിച്ച് ഞാൻ കോച്ചിങ്ങിന് പോവാണ്. എന്റെ കരിയർ തന്നെ കുളമായി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടം വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ പാരന്റ്സിനെ അവർക്ക് ഒരു ഡ്രീം ഉണ്ടാവും കേട്ടോ. അവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ഒരു 20, അങ്ങനെ ഒരു 15, 16, 17, 18, 19, 20 ആ ഒരു ഏജില് നിങ്ങളുടെ പാരന്റ്സിന് ഒരു ആഗ്രഹം ഉണ്ടാവും. എനിക്ക് ടീച്ചർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് CA ആവണം, അല്ലെങ്കിൽ എനിക്ക് CMA എടുക്കണം. അങ്ങനെ അവർക്ക് അവരുടേതായ ഒരു ഡ്രീം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് പക്ഷെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതൊന്നും അവർക്ക് ആവാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്നുള്ള ജോലിക്ക് വേണ്ടി ചിലപ്പോൾ അവര് ഡോക്ടർ ആവാണ്ട് അവര് വേണമെങ്കിൽ വല്ല ഡിപ്ലോമ കോഴ്സോ അങ്ങനെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ആഗ്രഹം എന്താ, എനിക്കും ആവാൻ പറ്റിയില്ല, എന്റെ കുട്ടിക്ക് ഈ നല്ലൊരു പൊസിഷൻ കിട്ടണം, അത് എന്റെ കുട്ടി ഈ ലെവലിൽ എത്തണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മക്കൾക്ക് എന്താ, അവർക്ക് അവരുടേതായ ഡ്രീം ഈ പാരന്റ്സ് ആദ്യം സെറ്റ് ചെയ്ത പോലെ ഇവർക്ക് ഇവരുടേതായ ഡ്രീമും ഉണ്ട്. അപ്പൊ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാണുന്ന പാരന്റ്സ് ആണെങ്കിൽ നിങ്ങളല്ല നിങ്ങളുടെ മക്കള്. കാരണം നിങ്ങളുടെ ഡ്രീം നിങ്ങൾ സാധിച്ചില്ലെങ്കിൽ അത് അങ്ങോട്ട് കളഞ്ഞേക്കുക. അത് മക്കളിൽ സാധിപ്പിച്ചെടുക്കാൻ നോക്കരുത്. നിങ്ങൾ പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ട്, മോനത് ഫുൾഫിൽ ചെയ്യാൻ താല്പര്യം വെച്ച് നോക്കിക്ക് ഈ പ്രൊഫഷൻ എന്ന് പറയാം. അല്ലാതെ അവരെ ഒരിക്കലും നിർബന്ധിക്കരുത്. കാരണം അവര് വേറെ വ്യക്തിത്വങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും കുട്ടികളാണെന്ന്, ഒരിക്കലല്ല. അവര് കുട്ടികളാണെങ്കിൽ അവരും ഒരു വ്യക്തിത്വമാണ്, അവർക്കും ഒരു ജീവിതം. പല കുട്ടികളും അവരുടെ ഒരു ഭയങ്കര ചെറുപ്പത്തിൽ കഴിഞ്ഞാൽ അവർക്ക് ഗോള് സെറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അതിന്റെ അടുത്തേക്ക് പോയി നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്ത് തരാൻ പറയരുത്. അവർക്ക് അത് ഭയങ്കര എന്താ പറയാ, അവരുടെ തലയിൽ ഒരു വലിയ 100 കിലോ എടുത്തു വെച്ച വെയിറ്റ് ആയിരിക്കും. അവരുടെ ഡ്രീം അങ്ങ് നശിച്ചു പോകും. അപ്പൊ അങ്ങനെ പറയരുത്. ഇതിലെന്താ വെച്ചാ, ഈ കുട്ടി ഇപ്പൊ വീട്ടുകാരെ നിർബന്ധത്തിന് വാങ്ങി CA കോച്ചിങ്ങിന് പോവാണ് എന്നാ പറയണേ. ഞാൻ പറയല്ലോ, ഈ CA എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം എക്സാം ഒരു എൻട്രൻസ് പോലെ കിട്ടാൻ പാടാണ്. ആ കുട്ടി മോളെ നീ ഒരു 2 കൊല്ലം ട്രൈ ചെയ്തിട്ട് കിട്ടാനാണ് വീട്ടുകാരെ പ്രൂവ് ചെയ്ത് നോക്ക്, പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. ഇത് തന്നെ കൊണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഇത് കിട്ടാത്തതെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് മോൾ അധികം വൈകിക്കാണ്ട് പറ്റിയ വെച്ച ലോയർ അതിന്റെ പഠനത്തിന്, അഡ്വക്കേറ്റ് ആവാനുള്ള ആ പഠനത്തിന് പോവാൻ നോക്കുക. വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുക കേട്ടോ. പല കാര്യമുണ്ടല്ലോ നമ്മള് ഇന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വീട്ടില് ആൾക്കാര് മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിക്കാത്തോണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ
അമ്മോട് സംസാരിക്കുന്നില്ല, അമ്മ അച്ഛനോട് സംസാരിക്കുന്നില്ല, കുട്ടി പാരന്റ്സിനോട് സംസാരിക്കുന്നില്ല, ഭാര്യ ഹസ്ബൻഡിനോട് സംസാരിക്കും, തിരിച്ചും വൈസ് വേഴ്സ, അങ്ങനെ തിരിച്ച് ഇങ്ങനെ അങ്ങനെയാണ് കുറെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഫാമിലിയിൽ നമ്മളൊക്കെ ഒരു ഫാമിലിയിലത്തെ ആൾക്കാരല്ലേ, സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ചേച്ചി എനിക്ക് സിവിൽ സർവീസ് ആവണമെന്ന് ആഗ്രഹമാണ്, അത് ഞാൻ ടീച്ചർ ചോദിച്ചപ്പോ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ പിള്ളേരൊക്കെ കളിയാക്കി, അതിൽപ്പേനെ എന്റെ കളക്ടർ എന്ന് വിളിച്ച് കളിയാക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, മിക്ക ടീച്ചേഴ്സും ഒരു ഏജ് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കും എന്താവാനാ താല്പര്യം. വെറുതെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഭാവി എന്തൊക്കെയാവുന്നൊന്ന് അറിയാൻ വേണ്ടി ടീച്ചേഴ്സ് എന്താ ഡ്രീം എന്നൊക്കെ ചോദിക്കും. അപ്പോ ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു എനിക്ക് സിവിൽ സർവീസ് ആണ് താല്പര്യം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ മറ്റേ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പിന്നെ നീ വലിയ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവും. അതിപ്പനെ ഈ കുട്ടീനെ വിളിച്ച് കളിയാക്കാണ്, കളക്ടർ എന്ന് വിളിച്ച് കളിയാക്കാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതൊക്കെ കാണുന്ന നിങ്ങൾ ഈ കളിയാക്കണേൽ പെട്ടിട്ടുണ്ടെങ്കിൽ പറയട്ടെ, ഭയങ്കര പൊട്ട സ്വഭാവമാണ് കേട്ടോ. നമ്മള് 2 നേരം കുളിച്ചു, 2 നേരം പല്ലേച്ചു, 3 നേരം തിന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സ്വഭാവമൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുന്നു എന്നതിലും. ആ കുട്ടിയുടെ ആഗ്രഹമാണ് പറഞ്ഞത്. ചിലപ്പോ ആ കുട്ടി പഠിക്കുന്ന കുട്ടിയായിരിക്കാം, പഠിക്കാത്ത കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാശുള്ള കുട്ടിയായിരിക്കാം, കാശില്ലാത്ത കുട്ടിയായിരിക്കാം. പക്ഷെ അതൊന്നും ആ കുട്ടിയുടെ ഡ്രീമിനെ ബാധിക്കുന്നില്ല. ആ കുട്ടിയുടെ ആഗ്രഹം എന്താ, ആ കുട്ടിയുടെ ഡ്രീം അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പേനെ ആ കുട്ടീനെ അതിന് പേരിൽ കളിയാക്കി, നല്ല രീതിക്ക് വെച്ച കുഴപ്പമില്ല. ഇത് പൊട്ട രീതിയിൽ ആ കുട്ടീനെ കളക്ടർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുക, അവരുടെ ആഗ്രഹത്തിനെ കുറിച്ച് കളിയാക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടീനെ എത്ര മാത്രം തരം താഴ്ത്തുകയെന്ന് ചിന്തിക്കണം. ഇപ്പൊ ഈ കുട്ടീനെ മാത്രമായിരിക്കില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ഡ്രീം, ഇപ്പൊ ഒരു കുട്ടി വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആനപ്പാപ്പാനാവണം, അത് ആളുടെ ഡ്രീമാണ്. അപ്പൊ നിങ്ങൾ പറയാം അയ്യേ ആനപ്പാപ്പാന നന്നാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാലോ. ആ കുട്ടിയുടെ ആഗ്രഹത്തിനെ നിങ്ങൾ അവിടെ ചവിട്ടി താഴ്ത്തണേ. അത് കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ ഈ ചവിട്ടി താഴ്ത്തണേലുണ്ട് കേട്ടോ. മോളെ, ഈ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, വിഷമിക്കണ്ട മോളെ, ഇതൊക്കെ വിവരമില്ലായ്മയാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ കളിയാക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയാൽ മീൻസ് നിങ്ങളെ മോശം രീതിയിൽ പറയാ വെച്ചാൽ അവരെ നിങ്ങളൊരു മന്ദബുദ്ധിയായിട്ട് മാത്രം കണക്കാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് ഒരു വിലയും കൊടുക്കാണ്ടിരിക്കുക. അവരാരോ ആണ്, ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാൾ വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതായിട്ട് കണക്കാക്കിയ നിങ്ങളുടെ പകുതി പ്രശ്നം കഴിഞ്ഞു. ഒരാൾ നിങ്ങളെ ബോഡി ഷെയിം ചെയ്താലോ, നിങ്ങളുടെ ആഗ്രഹത്തിനെതിരെ, അതായത് ആഗ്രഹത്തിനെ കളിയാക്കിയല്ലോ, ഈ കളിയാക്കൽ എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് പുറത്തു പറയാനും വലിയ, നമ്മള് അവരുടെ ലെവലിൽ പറഞ്ഞു തുടങ്ങിയ പിന്നെ നമ്മളും തറയിപ്പോവും. അത് കാരണം ഒന്നും പറയണ്ട, അവർക്ക് വിവരമില്ലേ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുക. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കുറെ കളിയാക്കുകയാണ് നിൽക്കുക, നിങ്ങൾ അവർക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കണില്ല. പിന്നെ അവര് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്, മീൻസ് അവരെ കളിയാക്കൽ എഫക്റ്റ് ഇല്ലാത്ത പോലെ അവർക്ക് തന്നെ തോന്നി അവരെ നിർത്തിക്കോളും. അപ്പൊ ഇതിനെ ആ ഒരു ഇതിൽ കണ്ടാ മതി. മോള് പക്ഷെ മോളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, ഞങ്ങൾ കോളേജ് മുതലുള്ള റിലേഷൻ ആയിരുന്നു, വിത്ത് ഫിസിക്കൽ ഓൾസോ. ആളുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അതായത് ഈ റിലേഷൻ സ്റ്റോപ്പ് എന്ന് പറയണേ, ഞങ്ങൾക്ക് കാശില്ല എന്ന് ആള് ചോദിക്കണേ. അതായത് ഇവര് കോളേജ് തൊട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്നിട്ട് ഈ ചെക്കൻ വീട്ടിൽ പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഈ പെൺകുട്ടീനെ ഇഷ്ടമില്ല, കാരണം സാമ്പത്തികമായിട്ട് ഈ പെൺകുട്ടി ഇത്തിരി ബാക്കോട്ടാണ് ഈ ചെക്കനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ. അപ്പം ഞാൻ പറയാച്ചാ, പ്രേമിക്കുന്ന കാലത്ത് വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാതെ ഈ പെൺകുട്ടീനെ മാത്രം, അന്ന് ഇവർക്ക് കാശൊന്നും ഉണ്ടാവില്ലല്ലോ, കുട്ടിപ്പാളീസായ ടീമൊന്നും ഇല്ല, അന്ന് ഈ സാമ്പത്തികമായിട്ട് ബാക്കോട്ട് നിൽക്കുന്ന പെൺകുട്ടി തന്നെയായിരിക്കാം ഇവര് പ്രേമിച്ചപ്പോഴും. ഇപ്പൊ ഈ അമ്മ എപ്പോ വന്നു, അമ്മയുടെ അഭിപ്രായത്തിന് എപ്പോ വില കൊടുത്തു തുടങ്ങി. അപ്പൊ നിങ്ങൾ ഒരാളെ പ്രേമിക്കുകയാണെങ്കിൽ, ആണായാലും പെണ്ണായാലും ഞാൻ പറയാണ്, ഫാമിലീനെ അറിയിച്ച് പ്രേമിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നട്ടല്ലോടെ പ്രേമിക്കുക. ആണുങ്ങൾക്ക് മാത്രമല്ല നട്ടല് വേണ്ട, പെണ്ണുങ്ങൾക്കും വേണം. അതായത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ സമ്മതിച്ചില്ല, അമ്മ പറഞ്ഞു വിട്ട് കളഞ്ഞേക്കാൻ, അതൊക്കെ കേട്ട് പ്രേമിക്കാനൊക്കെ വെച്ചാ നിങ്ങൾ പ്രേമിക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരാൾ കണ്ണീർക്കായലും കടലായിട്ട് നിൽക്കേണ്ടി വരും. കോളേജ് മുതലുള്ള റിലേഷനാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും രണ്ടാളും മെച്ചൂർഡ് ആയിരിക്കും അല്ലെ. അപ്പോ അപ്പില്ലാത്ത അമ്മനെ കുറിച്ച് ഈ മെച്ചൂർഡ്, ഇപ്പൊ ഒരു +2 ഒക്കെ വെച്ച് ഈ അമ്മോടൊക്കെ പറയാനൊക്കെ പേടിയായിരിക്കും. ഇപ്പൊ ഈ അമ്മ പറഞ്ഞതിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രേമിക്കുന്ന കാലത്ത് ആൾക്ക് അമ്മേനെ ഓർമ്മ വന്നില്ലേ നിങ്ങൾ ചിന്തിക്കണം.
അമ്മയിലും അച്ഛനായാലും ആരെയായാലും ഓർമ്മ വന്നില്ലേ വെച്ച് ചിന്തിക്കണം. ഇങ്ങനത്തേലൊക്കെ അതായത് ആള് മോളെ ഒഴിവാക്കാൻ നോക്കിണ്ടാവും. അത് അപ്പൊ ഒഴിവാക്കി വിടുക. വേറെ റിലേഷൻഷിപ്പ് വരും ഇതിനെക്കാട്ടും നിങ്ങളെ മനസ്സിലാക്കുന്ന ആള് വരും. കാശും ഇതൊന്നല്ലല്ലോ, നമ്മളെ എത്രമാത്രം മനസ്സിലാക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ റിലേഷൻഷിപ്പിൽ എത്രമാത്രം എഫേർട്ട് ഇടുന്നു, അതിലാണ് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം സക്സസ് ആവുന്നുള്ളത് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ചേച്ചി, വിവാഹത്തിന് ശേഷമാണ് എന്റെ ഭർത്താവ് മദ്യപിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. വിവാഹത്തിന് മുൻപ് മദ്യപിക്കാറില്ല എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നെ ചതിച്ച പോലെ തോന്നുന്നു. ലവ് മാരേജ് അതിൻ്റെതായ ഇഷ്യൂ ഉള്ള പോലെ തന്നെ വീട്ടുകാർ കണ്ടെത്തിയതായിരുന്നു ഈ അറേഞ്ച് മാരേജിന് അതിൻ്റെതായ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ആള് ഈ പെൺകുട്ടിക്ക് 20 വയസ്സായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് 20 വയസ്സായിരുന്നു. അറേഞ്ച് മാരേജ് ആയിരുന്നു. ആൾക്ക് കിട്ടുമ്പോ ചെക്കന് 26 വയസ്സുള്ളതെന്നാണ് ആ ചെക്കൻ പറഞ്ഞത്. കെട്ടി കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഈ പയ്യന്റെ പിറന്നാളായിരുന്നു. അപ്പോ ഈ പയ്യന് വയസ്സ് 31. അപ്പൊ പയ്യന് 31 വയസ്സിന്റെ ബർത്ത്ഡേ ആണ് ഈ കുട്ടി കേക്ക് വെട്ടി കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ ആഘോഷിച്ചത്. പക്ഷെ ഈ കുട്ടി കല്യാണം കഴിക്കുമ്പോ ചെക്കന് 26 വയസ്സേ ഉള്ളൂ കേട്ടോ. 2 മാസം കഴിഞ്ഞപ്പോ ആ ചെക്കന് 31 വയസ്സായി. അപ്പൊ ഈ കുട്ടിക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടിക്ക് 20 ഏകദേശം അത്ര ഏജ് ഉള്ളപ്പോഴാണ് ഇവിടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരിപ്പോ ഈ ചെക്കൻ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റഡ് ആണ്, കുഞ്ഞിനെ പോലെ നോക്കണേന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് ലാസ്റ്റ് കുറെ ഇഷ്യൂ ഉണ്ടായി, അത് ഡിവോഴ്സിലേക്ക് കലാശിച്ച് ചെന്ന്. അപ്പൊ നമ്മളുണ്ടല്ലോ, ചതിക്കപ്പെട്ടു എന്ന് ഫീൽ അടിച്ചാ പിന്നെ ഒരു ചാൻസ് കൊടുക്കണം. കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ഒന്നും പോയിട്ടില്ലല്ലോ. ഇപ്പൊ ആള് മുഴുകുടിയനാണ്, ഇന്നും ഡെയിലി കുടിച്ചിട്ട് വരുന്ന ഒരു ടൈപ്പ് വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ പ്രത്യേകിച്ച് അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഇഷ്യൂ ഉണ്ടാവില്ല. നിങ്ങളോട് ഇത് പറഞ്ഞില്ല ചേട്ടൊന്നും ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല, ആള് ഡെയിലി ഒരു കുടിയനാണെങ്കിൽ നിങ്ങൾക്ക് ആളെ ഒഴിവാക്കാം. പക്ഷെ വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിൽ പിന്നെ അത് നിങ്ങളോട് തുറന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ എന്നെ പറഞ്ഞ് ഇത് പറയാമായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നല്ല രീതിയിൽ സംസാരിക്കാം കേട്ടോ. ചതിച്ചു എന്നൊന്നും ഫീൽ ആക്കേണ്ട കാര്യം. മുഴുകുടിയനൊക്കെ വെച്ചാ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ വീട്ടിൽ പോയി ഇഷ്യൂ ഉണ്ടാക്കാം, അതൊന്നും ഇഷ്യൂ ഇല്ല കേട്ടോ. ചേച്ചി, ഞാൻ ഇതുവരെയും ആരെയും പ്രേമിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് 20 വയസ്സായി. ഓക്കെ മോളെ, 20 വയസ്സായിച്ചിട്ട് പ്രേമിച്ചിട്ടില്ല വെച്ചിട്ട് ഒരു ഇഷ്യൂ ഇല്ല. കാരണം വരുന്നവരും പോണവരും പ്രേമിക്കുന്നതിനേക്കാളും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ, ഒരു പ്രൊപ്പോസൽ വന്നു, ഈ ചെക്കനെ നോക്കാം, ഈ ചെക്കൻ ഞാൻ ഇപ്പൊ +1 ആയി, എനിക്കിപ്പോ ഈ +1 ഫുള്ള് ഒരു ചെക്കനെ വേണം, അതിന് ഒരു ലൈനിനെ വേണം എന്ന് വെച്ച് പ്രേമിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കറക്റ്റ് മോളുടെ വൈബിനൊത്ത്, മോളുടെ കറക്റ്റ് പെർസ്പെക്റ്റീവിനൊത്ത് വരുന്ന ഒരാളെ പ്രേമിക്കുന്നത്. 20 വയസ്സയച്ചിട്ട് ഇതുവരെ ഒരു റിലേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മോളുടെ ഫസ്റ്റ് ലവ് ആണ്, മോളുടെ പ്യുവർ ലവ് ഇതേ വരാൻ ഇരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ കേട്ടോ. പിന്നെ ഞാൻ പറയാ വെച്ചാ, ഒരു ടീനേജ് ലവ് ഫുള്ള് തേപ്പും ഫുള്ള് ബ്രേക്കപ്പും ആയിരിക്കും. അതിലൊന്നും പെടാതെ മോൾ ഇത്ര കാലം എത്തിണെങ്കിൽ മോളുടെ ലവ് എത്രമാത്രം എന്താ പറയാ സ്റ്റോർ ചെയ്ത് മോള് ആൾക്ക് കൊടുക്കാൻ വെച്ചതായിരിക്കാം. അത്രയും പ്യുവർ ആയിരിക്കാം വേണമെങ്കിൽ. അപ്പൊ എന്തായാലും ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യോട്ടെ, ആള് വരുവായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മള് ഈ ടീനേജില് ഒരു ലൈൻ സെറ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിനെക്കാട്ടും നമ്മളുണ്ടല്ലോ, ടീനേജില് നമ്മുടെ ഡ്രീംസ് വേറെ ആയിരിക്കാം, നമ്മുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തില് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അന്നത്തെ പ്രയോറിറ്റീസ് എന്തായിരിക്കാം, അന്നത്തെ ഷൈൻഫുൾ ആയുള്ള ജോബ് നേടണം എന്നായിരിക്കാം. ഇപ്പൊ ഒരു ടീനേജിലൊക്കെ എത്തുമ്പോ എങ്ങനെയായിരിക്കാം, എനിക്ക് വിജയ് ദേവരക്കൊണ്ടേ പോലെ ഒരു ചെക്കനെ വേണം, അല്ലെ അർജുൻ റെഡ്ഡി ടൈപ്പ് വേണം, അങ്ങനത്തെ ഒക്കെ ഒരു ഹീറോയിറ്റിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണറെ വേണം എന്നാണ് ആഗ്രഹിക്കുക. തിരിച്ചായി നല്ല ലുക്കുള്ള ആളെ വേണം എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 20 ആഫ്റ്റർ ടീനേജ്, ഒരു കോളേജ് പഠനത്തിനൊക്കെ ശേഷമാണ് നമുക്ക് എന്ത് ചിന്ത തോന്നുക, നമുക്ക് കറക്റ്റ് നമ്മുടെ ഡ്രീം ഒരിക്കലും ചേഞ്ച് ആയില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ പാർട്ട്ണറെ കുറിച്ചുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് തൊഴിൽ എന്ത് വേണം, അതിന് മാച്ചുള്ളത് വേണോ, അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ വേണം, എങ്ങനത്തെ ക്യാരക്ടർ വേണം എന്നൊക്കെ ആഫ്റ്റർ നിങ്ങൾ ഒരു 21, 22, 23 ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക.
അതിനുശേഷം ആ ഏജിന് തൊട്ട് നിങ്ങളുടെ പ്രൊഫഷനോ ഡ്രീമോ ഒന്നും ചേഞ്ച് ആവില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടുക വെച്ചാൽ ദാറ്റ്സ് ദ ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ മോള് വിഷമിക്കേണ്ട, ഉടനടി നിങ്ങൾക്ക് കറക്റ്റ് ആകുമ്പോൾ വരും. വെറുതെ ഒരാളെ പ്രേമിക്കുന്നതിനെക്കാട്ടും മോൾക്ക് പറ്റിയ ആളെ പ്രേമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം കേട്ടോ. രസമുണ്ടായിരുന്നു, അത് എനിക്കിഷ്ടായി. ഈ വിവാഹ സമയത്ത് ഹസ്സിന് 26 വയസ്സായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് ആൾക്ക് 32 വയസ്സായെന്ന് അറിഞ്ഞത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മോഡലായല്ലോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ അറേഞ്ച് മാരേജ് തന്നെയായിരിക്കാം. ഹസ്സിന് ഇത്ര വയസ്സെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴായിരിക്കും അറിയുണ്ടാവുക 32 വയസ്സായെന്ന്. നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആണെങ്കിൽ ആളോട് തുറന്ന് സംസാരിക്കാം. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പറ്റിച്ചു, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കാം. ചിലപ്പോ ആൾക്ക് വേറെ റിലേഷൻഷിപ്പോ അങ്ങനെ വേറെ ആലോചനകളൊന്നും സെറ്റ് ആവാത്ത കാരണം വേണമെങ്കിൽ വല്ല ബ്രോക്കറിന്റെ ഐഡിയ ആയിരിക്കും കേട്ടോ. ചിലപ്പോ ഇവര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇവര് വയസ്സ് കുറച്ച് പറഞ്ഞ കാര്യം ഇവരെന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബ്രോക്കർ കിടന്നതിന്റെ ഇടയിൽ കളിക്കുന്നതും ആവാം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ആ ഏജ് നിങ്ങളോട് പറയാഞ്ഞതാണ് ബുദ്ധിമുട്ട് വെച്ചാൽ സംസാരിച്ച് തീരും. പക്ഷെ നിങ്ങൾക്ക് ആ ഏജ് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾ നോക്കുക കേട്ടോ, പരമാവധി സംസാരിക്കാനായിട്ട് നോക്കുക. ഇനി ലവറായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ ബ്രേക്കപ്പ് ഐ ഗോട്ട് മാരേജ്. ഹസ്ബൻഡിനോട് ഇതൊക്കെ പറയണോന്നാണ് ആള് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ പറയാച്ചാ, ഈ ഇപ്പോഴത്തെ നമ്മൾ പണ്ടത്തെ ഒരു പ്യൂർ ലവ് എന്നൊക്കെ പറഞ്ഞ, അതായത് പണ്ടൊക്കെ പ്യൂർ ലവ് എന്ന് പറഞ്ഞാൽ അകലേന്ന് കാണുക, കണ്ട് ചിരിക്കുക, ചിലപ്പോ വർത്താനം പോലും പറയില്ല, ഇങ്ങനെ കണ്ണുകൊണ്ടുള്ളതായിരിക്കും അന്നത്തെ പ്യൂർ ലവ്. പക്ഷെ ഇന്നത്തെ പ്യൂർ ലവ് എന്ന് പറഞ്ഞാൽ ആൾക്കാര് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഫിസിക്കൽ റിലേഷൻ ആണ് പ്യൂർ ലവ് എന്ന്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയാണ്, അതല്ല പ്യൂർ ലവ്. നമ്മൾ ലവ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാരേജും നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാം. പക്ഷെ ഇതാണ് ഒറിജിനൽ ലവ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കുഴിയെ ചാടുന്നവര് മണ്ടികളാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം ഈ കുട്ടി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിരുന്നു, അതിനുശേഷം ബ്രേക്കപ്പ് ആയി. അതിനുശേഷം ഇതൊക്കെ മാരേജിന് ശേഷം ഹസ്ബൻഡിനോട് പറയണോന്നാണ് ചോദിച്ചിരിക്കണേ. ഇതൊക്കെ അംഗീകരിക്കുന്ന, അതായത് ഞാൻ പറയാച്ച ചിലവര് ഇതൊന്നും ഇഷ്യൂ ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു ഒക്കെ ഇഷ്യൂ ഇല്ലാത്ത ഹസ്ബൻഡ് ആണെങ്കിൽ തുറന്നു പറയണതിൽ തെറ്റില്ല. പക്ഷെ ചിലവരുണ്ട്, എനിക്കാവാം, എന്റെ ഭാര്യയും പെങ്ങളും അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോടൊന്നും ദയവ് ഇത് നിങ്ങൾക്ക് ഒരു പ്രേമം പോലും ഉണ്ടെന്ന് പറഞ്ഞേക്കരുത്, എട്ടിന്റെ പണിയും. ഓക്കെ, അപ്പം നല്ല വൈബൊക്കെയുള്ള ഹസ്ബൻഡ് വെച്ചാൽ പറയാം, ആൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം കേട്ടോ. അങ്ങനെയുള്ളവരാച്ച പറയാം, അല്ലെങ്കിൽ ഇത് പറയാണ്ടിരിക്കുക. അത് നമ്മുടെ ലൈഫിന്റെ ഒരു ചാപ്റ്റർ അല്ലേ. അവര് നിങ്ങളോട് എല്ലാം പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എത്ര പേർക്ക് റോസാപ്പൂ കൊടുത്തിട്ടുണ്ടാവും, എത്ര പേരോട് റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടാവും, അവരൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അയ്യോ എന്റെ ഭർത്താവിനോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സതീ സാവിത്രി പോവോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാണ്ടിരിക്കുക. വേറൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം നോക്കാം കേട്ടോ. ചേച്ചി, ഞാൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. ഞാൻ കിട്ടുന്ന ആളുടെയും ഫസ്റ്റ് ലവ് ഞാനായിരിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതും നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. അപ്പം ഈ പെൺകുട്ടിക്ക് ഇതുവരെ ഒറ്റ റിലേഷൻഷിപ്പ് ഇല്ലാട്ട് ഇതുവരെ ആരും പ്രേമിച്ചില്ല. അപ്പൊ ഈ കുട്ടിയുടെ ആഗ്രഹം ഈ കുട്ടിയുടെ പാർട്ട്ണറും ഈ കുട്ടീനെ ആയിരിക്കണം ഫസ്റ്റ് ടൈം ലവ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പറക്കിയെടുക്കാൻ തന്നെ പാടാണ്. ഒരു ഗ്രൗണ്ടില്, ഇപ്പൊ ഒരു പ്ലേ ഗ്രൗണ്ട് കേട്ടോ, ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട്, അവിടെയൊക്കെ അരിച്ചു പോണ ഒരു കുഞ്ഞുറുമ്പുണ്ടാവല്ലോ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറുതായിരിക്കും ഇങ്ങനത്തെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. മോള് പ്രതീക്ഷിച്ചോളൂ, കിട്ടുന്ന ഞാൻ ഒരു ഉറപ്പും പറയുന്നില്ല. കാരണം മിക്ക ബോയ്സും ഒരു ടീനേജ് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ചർച്ച ചെയ്യുന്ന ഗ്യാങ്. അതിൽ വെച്ചിട്ട് അവര് ചർച്ച ചെയ്യും, എനിക്ക് ഇന്ന പെൺകുട്ടിയെ സെറ്റായി അങ്ങനെയൊക്കെ പറഞ്ഞ ചർച്ച ചെയ്യുന്നുണ്ട് ഇവരുടെ ഇടയിൽ. അപ്പോ ഒരു പെൺകുട്ടി പോലും വായി നോക്കത്ത, ഇനി ഒരു പെൺകുട്ടി വരെ ആയിട്ട് സെറ്റ് ആവാത്ത ആമ്പിള്ളേര് അവരുടെ ഇടയിൽ ഭയങ്കര ലോ ലെവലായിട്ട് നിൽക്കുക.
അതായത് ബാക്കി എല്ലാ പിള്ളേരും കളിയാക്കി കൊല്ലും. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്തുള്ള ആൺപിള്ളേരുണ്ടെങ്കിൽ അത് മോളുടെ ഭാഗ്യം എന്നല്ല, മോളുടെ ആഗ്രഹത്തിനൊത്ത ആളെ ഇനി കിട്ടും കേട്ടോ. അങ്ങനെ വരുന്നു നോക്കാം. അതെന്ന് വെച്ച് കാത്തിരിക്കേണ്ട. മോളുടെ വൈബിന്, മോളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മോളെ ട്രസ്റ്റ് ചെയ്യണം. മോളുടെ റിലേഷൻഷിപ്പിൽ മോളുടെ അത്ര എഫേർട്ട് ഇടുന്ന ആളാണെങ്കിൽ കണ്ണടച്ച ആളായിട്ട് ഞാൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടോളൂ. ഇനി അടുത്ത ചോദ്യം നോക്കാം കേട്ടാ. ചേച്ചി, മുഖത്തെ മീശ രോമം കളയാൻ പാടില്ല എന്ന് അമ്മ പറയുന്നു, ശരിക്കും കളയാൻ പാടില്ലേ? മുഖത്ത് അത് ഞാൻ എന്റെ വീട്ടിൽ കേട്ടിരുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാനൊക്കെ പണ്ട് അച്ഛനൊക്കെ ഇങ്ങനെ ഷേവ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ബ്രഷ് പോലത്തെ. അപ്പൊ അതൊക്കെ എടുത്ത് ഇങ്ങനെ മുഖത്ത് ഒരസാറുണ്ട് കേട്ടോ. അപ്പൊ എന്റെ അമ്മ എന്ന് പറയും, ഇതൊക്കെ ഒരസിക്കോ, അതെ താടി മുളച്ചിങ്ങനെ നീണ്ടു വരുന്നൊക്കെ പറയും. ഞാൻ അപ്പൊ പേടിച്ചിട്ട് ചെയ്യില്ല. എന്നാലും വരുമോ വരില്ലേ നോക്കാൻ നമ്മുടെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പൊ അമ്മ കാണാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ബ്രഷ് കൊണ്ടൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുഖത്തെ രോമം കളഞ്ഞ പ്രശ്നമൊന്നുമില്ല. മുഖത്ത് മീശ നമ്മൾ ത്രെഡ് ചെയ്യില്ലേ, ത്രെഡ് ചെയ്യുമ്പോ എന്താ വീണ്ടും വരില്ലേ? അതേപോലെ നമ്മുടെ മുഖത്ത് മീശയായാലും രോമൊക്കെ ആയാലും കളഞ്ഞാൽ അത് വീണ്ടും വരും. നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതായത് മാസത്തിൽ ഒരിക്കൽ ഫേസ് ഷേവ് ചെയ്യാം, ത്രെഡ് ചെയ്യാം, അതൊക്കെ നമ്മൾ രോമവളർച്ച അനുസരിച്ച് ചെയ്യാം. അതുകൊണ്ട് ഒരു അസുഖമൊന്നും വരില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഡെയിലി ഇപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ജോലിക്ക് പോണ ആൾക്കാരൊക്കെ വെച്ചാൽ മുഖം ഷേവ് ചെയ്തതിന് ശേഷം മേക്കപ്പ് ഇട്ടാലാണ് ഒന്നുകൂടി മുഖം സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുക. ഇപ്പൊ മിക്ക ആക്ട്രസും സാധാ, ഇപ്പൊ അതൊക്കെ കോമൺ ആണ്, മിക്ക ആൾക്കാരും കോളേജ് സ്റ്റുഡൻസ് വരെ ചെയ്യും. അതൊന്നും ഇഷ്യൂ ഇല്ല കേട്ടോ. അടുത്തൊരു ചോദ്യം. ചേച്ചി, എന്റെ പ്രൈവറ്റ് പാർട്ടിൽ വളരെയധികം ചൊറിച്ചിലാണ്. ക്ലാസ്സിൽ ഇന്റർവെൽ സമയത്ത് ബാത്റൂമിൽ പോയി അവിടെ ചൊറിയുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുക. ഈ കാര്യങ്ങൾ വീട്ടിൽ പറയാൻ നാണമാകുന്നു. ഡോക്ടർ എന്ത് വിചാരിക്കും? എടാ, ഡോക്ടർ എന്ത് വിചാരിക്കാനാണ്? കാരണം ആളുടെ ജോലി അതാണ്, നമ്മുടെ ഇഷ്യൂസിനൊക്കെ പരിഹരിക്കാനാണ് ആളുടെ ജോലി എന്ന് പറയുന്നത്. ഡോക്ടർ ഒന്നും വിചാരിക്കില്ല. ഡോക്ടർ ആയിരിക്കും ഇതിന് കറക്റ്റ് ആയി കേട്ടാണ് അവർക്ക് മരുന്ന് അറിയാം, അവര് മരുന്ന് എഴുതി തരും കേട്ടോ. പിന്നെ ഈ പ്രൈവറ്റ് പാർട്ടിത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാൻ ഒട്ടും മടിക്കരുത്. പ്രത്യേകിച്ച് ഡോക്ടറോടൊന്നും മടിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ രണ്ടു നേരം കുളിച്ചാലും നമ്മള് കുളി കഴിഞ്ഞ് നമ്മുടെ മേത്ത് തോർത്തുമ്പോ അവിടെ മര്യാദയ്ക്ക് തോർത്തിയില്ലെങ്കിൽ ആ വെള്ളം അവിടെ ഇരുന്ന് അവിടെ ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട് പ്രൈവറ്റ് പാർട്ടിൽ. അങ്ങനെ നമുക്ക് അവിടെ ചുറിഞ്ഞു പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസൊക്കെ വീട്ടിൽ പറയാ, അമ്മോട് പറയാ, പെൺകുട്ടികളാച്ച അമ്മോട് പറയാ, ആൺകുട്ടികളാച്ച അച്ഛനോട് പറയാ. എന്നിട്ട് നിങ്ങളിത് ഫ്രണ്ട്സിന്റെ ഇടയിൽ ചർച്ച ചെയ്യാണ്ടിരിക്കാട്ടെ. പ്രധാന പ്രശ്നമാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ. അപ്പൊ ഫ്രണ്ട്സ് പറയും ഇന്നത് വെച്ചാൽ മതി, അന്നത് വെച്ചാൽ മതി. അതൊന്നല്ല, നിങ്ങൾ നിങ്ങളെ പാരന്റ്സിനോട് പറയാം. ഇത് ടീച്ചേഴ്സിനോടൊന്നും പോയി പറയരുത് കേട്ടോ. പാരന്റ്സിനോട് പറയാ. എന്നിട്ട് അവരുടെ കൂടെ പോയിട്ട് ഒരു ഡോക്ടറെ കാണാം. മിക്ക ഗവൺമെന്റ് നിങ്ങളുടെ അടുത്തുള്ള വല്ല ക്ലിനിക്കിലോ അല്ലെങ്കിൽ വല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ടാവില്ലേ, അവിടെയൊക്കെ പോയാൽ ഫ്രീ ആയിട്ട് ഓയിൽമെന്റ് കിട്ടും കേട്ടോ. പുറത്ത് ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ക്ലിനിക്ക് ആണെങ്കിൽ സ്കിൻ ഇഷ്യൂസിന്റെ ഒക്കെ നല്ല വിലയാണ് മരുന്നിന്. പക്ഷെ ഗവൺമെന്റിൽ പോയ സാധനം ഫ്രീ ആയി കിട്ടും. ഇത്തിരി പരിമിക്കണം എന്ന് മാത്രം. അതൊക്കെ പിന്നെ ഈ ടീനേജിൽ അല്ലെങ്കിൽ ഈ കൗമാര കാലഘട്ടത്തിൽ ഈ അസുഖങ്ങളൊക്കെ കോമൺ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതും വിചാരിച്ചു, അയ്യോ ഡോക്ടർ എന്ത് വിചാരിക്കും? ഡോക്ടർ ഒന്നും വിചാരിക്കില്ല, പോയി ഡോക്ടറെ കാണുക. ചില പിള്ളേരുണ്ട്, അയ്യോ പ്രൈവറ്റ് പാർട്ടിലാണ് വന്നത്, ഇനിയിപ്പൊ അതൊക്കെ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കണോ എന്ന് ചിന്തിക്കണവരുണ്ടെങ്കിൽ അതൊന്നും കാണിച്ചു കൊടുക്കണ്ട. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ അതൊന്നും ഈ കാണിച്ചു കൊടുക്കണ്ട. ആ ടെൻഷനിൽ വെച്ചാൽ അതൊന്നും പേടിക്കണ്ട. അടുത്തൊരു ചോദ്യം നോക്കാം. എന്റെ അച്ഛൻ കുടിച്ച് വന്ന് കുട്ടിക്കാലത്ത് എന്നോട് മോശമായി പെരുമാറി. എന്നിട്ട് ഞാൻ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ദേഷ്യത്തില് എന്നോട് വഴക്കിട്ട ശേഷം വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് പോകാൻ പാടില്ലേ എന്നാണ് ഈ പെൺകുട്ടി ഡൗട്ടായി ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ കള്ളൊക്കെ കുടിച്ചു വരുമ്പോ ബോധമില്ല എന്ന് പറയുമ്പോ അമ്മാതിരി ബോധമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ഇവരൊക്കെ ഇരിക്കുന്നുണ്ടാവുക, ഡെയിലി കുടിക്കണവരൊക്കെ. അപ്പൊ അവിടെ മക്കളും ഇല്ല, ഭാര്യയും ഇല്ല, ആരും ഇല്ല. അപ്പം അവരെ കണ്ണിൽ എല്ലാവരും എഴുതിക്കൂ. അത് അവർക്ക് ഇനി അവസ്ഥ അറിയുള്ളൂ തോന്നുന്നുണ്ട്. എനിക്ക് ഈ കുടിക്കണവരുടെ, ലഹരി അടിച്ചിരിക്കണവരുടെ അവസ്ഥയൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അപ്പൊ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ നേരിട്ട് വളരെ വലിയ തെറ്റാണ് ഈ കുട്ടിയുടെ അച്ഛൻ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഈ കുട്ടി ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡിനായാലും എന്റെ ഭാര്യേനെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ, ചെറുപ്പത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടതാന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ
ഹസ്ബൻഡിനും സങ്കടം ഉണ്ടാവും. ആ സങ്കടത്തിലും ദേഷ്യത്തിലായിരിക്കാം ഭാര്യയായിട്ട് വഴക്കിട്ടുണ്ടാവുക. അതനുസരിച്ചിട്ട് ഇത്ര കാലം കുട്ടിയുടെ വീട്ടിൽ പോയോണ്ടിരുന്നതാണ്. അന്ന് അച്ഛന് അതിനുശേഷം അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മോൾക്ക് ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് പോവാം, ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടില്, കേരളത്തിലെന്ന് പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ മിക്ക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് എങ്കിലും നേരിട്ടിട്ടുണ്ടാവാം എന്നാണ് പഠനങ്ങൾ പറയണേ. എന്ത് കഷ്ടല്ലേ. എന്റെ അമ്മായച്ചൻ കുടിച്ചു വന്ന് എന്നോട് മോശമായി പെരുമാറാൻ നോക്കി. ഞാൻ അത് കുറെ പണിപ്പെട്ടാണ് രക്ഷപ്പെട്ടത് അന്ന്. പിന്നീട് അയാൾ അങ്ങനെ പെരുമാറിയിട്ടില്ല. നടക്കുമ്പോൾ എന്റെ നെഞ്ചിൽ ഒരു ഭാരാണ്. കുട്ടിയുടെ അച്ചാച്ചൻ കുട്ടിയെ എടുക്കാൻ പാടില്ല എന്ന് എങ്ങനെയാ പറയാ? കുട്ടിക്ക് അച്ചാച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് അമ്മായച്ചൻ മോശമായി പെരുമാറി. അതിന്ന് ആ പെരുമാറ്റത്തിന്, അതായത് ഇങ്ങോരെന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ പെൺകുട്ടി ഭയങ്കര പണിപ്പെട്ടിട്ടാണ് ഇയാളുടെ ഇതിന്നും രക്ഷപ്പെട്ടുണ്ടാവുക. പക്ഷെ ഇവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഈ അച്ചാച്ചനെയാണ് ഇഷ്ടം. പക്ഷെ ഈ കുട്ടിക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അച്ചാച്ചനായി പോയില്ലേ. എന്താല്ലേ. അപ്പൊ അച്ചാച്ചൻ കുട്ടീനെ എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആൺകുട്ടിയായാലും പെൺകുട്ടിയാലും ആയാലും ആളുടെ ടച്ചിങ് ഒക്കെ ഒന്ന് നോക്കണം. മോള് എന്തായാലും ഹസ്ബൻഡിനോട് ഈ കാര്യം തുറന്നു പറയാട്ടോ. ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, എനിക്കിത് ഉണ്ടായിട്ടുണ്ട്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും തുറന്നു പറയാം. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുക. കാരണം ഉണ്ടല്ലോ, നിങ്ങളെ വിശ്വസിച്ചില്ല, നിങ്ങളുടെ കുട്ടിക്ക് ഒന്നും പറ്റരുതെന്ന് ഈ ഹസ്ബൻഡിന് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോ ഭാര്യ പറഞ്ഞൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അതായത് എന്റെ അമ്മായിച്ച് ഇങ്ങനെയാണ്, എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറാൻ നോക്കിന്നൊക്കെ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞാലും ഭാര്യ പറയണ്ടല്ലോ, ഇവള് ചിലപ്പോ മാറി താമസിക്കാൻ പറയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഇത് സ്വന്തം കുട്ടിയിലാണ് ഈ സംഭവം. അതായത് നമ്മുടെ കുട്ടിയോട് ഇങ്ങോട്ട് മോശമായി പെരുമാറുമെന്ന് പേടിയുണ്ടെന്ന് പറഞ്ഞു നോക്കൂ, ഈ ഹസ്ബൻഡും നേരെ ഇതാവും, പിന്നെ വീക്ഷിച്ചോളൂ. അത് പേടിക്കണ്ട. അപ്പൊ എന്തായാലും ഹസ്ബൻഡിനോട് കാര്യം തുറന്ന് പറയാ, നമ്മുടെ കുട്ടിക്ക് ഇത് ബാധകമാവുന്ന പേടിയുണ്ടെന്ന് പറയാ, എന്നിട്ട് മാറി താമസിക്കുക കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയോട് ഫിസിക്കലായിട്ട് ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയണേ. അപ്പൊ എന്തായാലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വല്ലപ്പോഴൊക്കെ 1-2 തവണ മാസത്തിലോ എങ്ങാനും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് കാണിച്ചാലൊക്കെ മതി. അല്ലെങ്കിൽ ഈ സൂക്കേട് മാറട്ടെ. ഇനി ആഫ്റ്റർ ഡെലിവറി ഭർത്താവിന് എന്നോട് താല്പര്യമില്ല, കുട്ടിയോട് സ്നേഹമുണ്ട്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത് ഈ ബോയ്സിന് അധികം മാറ്റൊന്നുമില്ല. കാരണം അവർ പ്രസവിച്ച് കിടന്നിട്ടോ ഈ പ്രസവ ടൈമിൽ ഹോർമോണൽ ഇംബാലൻസ് നേരിട്ടിട്ടോ ഇല്ല. പക്ഷെ ഈ ഗേൾസിന്റെ ശരീരം എന്ന് പറയുന്നത്, മനസ്സിനെ പോട്ടെ, മനസ്സും ഹോർമോണൊക്കെ അവിടെ കിടക്കട്ടെ, ശരീരം എന്ന് പറയുന്നത് ഈ ഗർഭിണിയായ ടൈമിൽ ഫുള്ള് അവർക്ക് ക്രേവിങ്സ്, അവരെ ഹോർമോൺ പറയുന്നില്ല എന്ന് പറയാം, എന്നാലും പറയാം, ഹോർമോണൽ ഇംബാലൻസും ഇവർ തടി വെക്കും. അത് മാത്രല്ല, ഈ പ്രസവത്തോടു കൂടി ഈ വന്ന ഒരു തടി ഒരു 8 കിലോ 9 കിലോയോളം ഈ പ്രസവത്തോടു കൂടി തന്നെ പോവും. അപ്പോ നമ്മുടെ വയറെന്ന് പറയുന്നത് ഈ കുട്ടീനെ വഹിച്ചുകൊണ്ട് നമ്മുടെ വയറ് ഇങ്ങനെ വീർത്ത് നിൽക്കണ വയറാ ഗർഭിണികളുടെ വയറ്. അപ്പൊ പെട്ടെന്ന് ഈ നിറഞ്ഞിക്കണ ഒരു വീർപ്പിച്ച ബലൂൺ, അതിൻ്റെ ഉള്ളിലത്തെ കാറ്റ് പോയി അതെങ്ങനെയാ, അത് ചുങ്ങിയിട്ടായിരിക്കുക. അതായത് വയറിന്റെ തൊക്ക് തൂങ്ങിയിട്ടായിരിക്കുക. അത് അവരെ കുഴപ്പമാണ്. നിങ്ങളുടെയും കൂടി ഒരു അംശമായൊരു നിങ്ങളുടെ കുട്ടീനെയാണ് അവര് ഈ 10 മാസം 9 മാസത്തിലധികം വഹിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ബോഡിയിൽ ഇത്രയും ചേഞ്ചസ് വന്നിരിക്കുന്നുണ്ട്. അതപ്പൊ ഭാര്യനെ വഹിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഈ 10 മാസം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് അവരുടെ ശരീരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഈ ശരീരമൊക്കെ ഒരു ആഫ്റ്റർ ഫീഡിങ്, ഒരു കുട്ടി ഒരു 3 വയസ്സിന് ശേഷമൊക്കെ നല്ലൊരു ട്രെയിനറുടെ കീഴിൽ ജിമ്മിന് പോയാൽ സെറ്റ് ആവുന്നുള്ളൂ. അതിന് നല്ലൊരു ഡയറ്റ് എടുക്കണേക്കാട്ട് ഈ തൂങ്ങിയ വയറൊക്കെ പോകുന്നും കൂടി ട്രെയിനറുടെ കീഴിൽ ജിമ്മിന് പോവാട്ടോ. അതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഈ ഭർത്താക്കന്മാര് മനസ്സിലാക്കണം, കുറെ പേര് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ, എല്ലാവരും അല്ല. പക്ഷെ കുറച്ച് കേസൊക്കെ വേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകാനും ചാൻസ് ഉണ്ട്. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരാണ് ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോകുന്നുണ്ടെങ്കിൽ, വല്ല ബോയ്സും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക, നിന്റെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ 10 മാസത്തെ ത്യാഗം സഹിച്ച് സെറ്റാക്കി കുട്ടീനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത്. അതിന് ഇവരെ ബോഡി ഇങ്ങനെയായത് നമുക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തന്റെ ഇടം നിങ്ങൾ കാണുന്ന ബോയ്സും കാണിക്കാട്ടോ. ഇനി അടുത്തൊരു
ഇതാണ് കേട്ടോ ചേച്ചി. കല്യാണത്തിന് മുമ്പ് ഉണ്ടായ ആളല്ല കല്യാണം കഴിഞ്ഞപ്പോ, സ്വഭാവം ഫുള്ളി ചേഞ്ച്ഡ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കല്യാണത്തിന് മുമ്പ് ലവേഴ്സ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും എങ്ങനെയായാലും അവരുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് നമ്മുടെ നല്ല വശം മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. തിരിച്ചായാലും ഗേൾസ് ആയാലും ഗേൾസിന് നല്ല വശം മാത്രമേ ബോയ്സിനും കാണിക്കുള്ളൂ, ബോയ്സിന്റെ നല്ല വശം മാത്രമേ ഈ ഇപ്പുറത്തുള്ള ഗേൾസിനും കാണിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ കല്യാണത്തിന് ശേഷം അവർ ഒന്നിച്ച് ജീവിക്കുക, അവർക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല. അപ്പോ അവരുടെ മോശം സൈഡും, ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫുള്ള് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെടാം, അവർക്ക് കരച്ചിൽ വരാം, അല്ലെങ്കിൽ അവർക്ക് പല പല എക്സ്പ്രഷൻസും അവരിൽ വന്നു പോകും, പല വികാരങ്ങളും പല ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ പ്രേമിക്കുന്ന കാലത്തും അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവരവരുടെ ഏറ്റവും നല്ല മുഖം അല്ലെങ്കിൽ അവരവരുടെ ഏറ്റവും നല്ല മൊമെന്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ ആഫ്റ്റർ മാരേജ് അവർക്ക് നിങ്ങൾ അവരെ കൂടിയുണ്ട്, പ്രത്യേകിച്ച് ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരുടെ ഫുൾ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും, അങ്ങനെ ഫുൾ അവരായിട്ട് തന്നെ ആയിരിക്കും അപ്പൊ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നന്നായി അവര് ചേഞ്ച് ആയോ എന്ന് തോന്നും കേട്ടോ. അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലായ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പകുതി പ്രശ്നങ്ങളും മാറും. അടുത്തൊരു ചോദ്യമാണ്, ചേച്ചി എക്സ്പെക്ടേഷൻസ് വെച്ച് മാരേജ് ചെയ്യാമോ? എന്നോട് തന്നെ ചോദിക്കാം. എനിക്കൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ് കേട്ടോ. ശരിക്കും എക്സ്പെക്ടേഷൻ വെക്കാം, പക്ഷെ ആ എക്സ്പെക്ട് ചെയ്യാൻ മാത്രം നമ്മളും ഉണ്ടോന്ന് ചിന്തിക്കാം. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ്, വെറുതെ ഒരു ഉദാഹരണം കേട്ടോ, എനിക്ക് ആനന്ദ് അംബാനിനെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എന്റെ എക്സ്പെക്ടേഷൻ ആണ് ഭയങ്കര ആനന്ദ് അംബാനിയുടെ പോലത്തെ അങ്ങനത്തെ ഹൗസിൽ പോകണം, ആനന്ദ് അംബാനിനെ കല്യാണം കഴിക്കാന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതാണ് എന്റെ എക്സ്പെക്ടേഷൻ വെച്ചാൽ നടക്കൂ ഇല്ല. കാരണം ഞാൻ ഇവിടെ കിടക്കുന്നു, ആനന്ദ് അംബാനിക്ക് എന്നെ അറിയ പോലും ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ റിച്ചോ എനിക്ക് ഇത്ര വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഒരു ടീച്ചിങ് പ്രൊഫഷനൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ടീച്ചറിനെ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് തോന്നുന്നത് വെച്ചാൽ അത് എനിക്ക് പിന്നെയും സാധിക്കൂലേ. കാരണം എന്താ, എന്റെ പ്രൊഫഷൻ കറക്റ്റ് മാച്ചുള്ള പ്രൊഫഷനെ കെട്ടാം, അത് തെറ്റില്ലേ. കാരണം ആ എക്സ്പെക്ടേഷനിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്. പക്ഷെ നമ്മള് എവിടെ ഇരിക്കുന്നു, നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ട്ണറും ചിന്തിക്കുന്ന ഓർത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സ്പെക്ടേഷൻ വെച്ച് കല്യാണം കഴിക്കാൻ തെറ്റില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെക്ടേഷനിൽ നമ്മൾ സ്വയം ഉണ്ടോ എന്നും കൂടി ചിന്തിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഞാനൊരു ഡിവോഴ്സി ആണ്, പാരന്റ്സ് നെക്സ്റ്റ് വിവാഹത്തിന് നിർബന്ധിക്കുന്നു, ബട്ട് നെക്സ്റ്റ് മാരേജും പഴയ അതേ സ്ഥിതിയാവുമെന്ന് വളരെ പേടിയാണ്. ഓക്കെ, ഈ ഡിവോഴ്സ് കഴിഞ്ഞ മിക്കവരുടെയും ഒരു ടെൻഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഇവർക്ക്. കാരണം നെക്സ്റ്റ് മാരേജിന് വീട്ടുകാർ നിർബന്ധിക്കും, പക്ഷെ ഇവരുടെ ഫസ്റ്റ് മാരേജിൽ അനുഭവിച്ചിട്ടുള്ള ചിലപ്പോ ചവിട്ടും കുത്തും പൊട്ട വാക്കുകളും എല്ലാം ദ്രോഹങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതും ഇവരുടെ സെക്കൻഡ് മാരേജിൽ വരുമോന്ന് ഇവർക്ക് ടെൻഷനാണ്. അത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക. ചിലപ്പോ ഫസ്റ്റ് ഹസ്ബൻഡിനെ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ ഹസ്ബൻഡ്, ഫസ്റ്റ് ഭാര്യയെ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ ഭാര്യ. പിന്നെ നിങ്ങളായിട്ട് ഇരിക്കുക, ശ്രമിക്കുക, ടെൻഷൻ അടിക്കേണ്ട. കൗൺസിലിംഗ് ഒക്കെ നോക്കുക. ഒരുപാട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പേടിയുണ്ടെങ്കിൽ ഒരു നല്ല കൗൺസിലിങ്ങിന് പോവുക. പിന്നെ ഇന്ന് കണ്ടാൽ നാളെ കല്യാണം കഴിക്കണ വ്യവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങള് കല്യാണത്തിന് മുമ്പ് കുറച്ചു കാലം ഡേറ്റിങ്ങിന് പോവുക. ആൾക്കാർ വലുതും പറഞ്ഞോട്ടെ, ഏതൊരു ചെക്കൻ്റെ ഒപ്പം കറങ്ങാൻ നടക്കുന്നൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങളൊരു വിവാഹം എന്ന് പറയുന്നത് പിന്നെ അത് നമുക്ക് ബ്രേക്കപ്പ് ആയാൽ നേരെ ഡിവോഴ്സാ. പക്ഷെ നമ്മളൊരു ആളെ ഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആളെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഡേറ്റിങ്ങിന് ശേഷം മാത്രം വിവാഹത്തേക്ക് പോവാ കേട്ടോ. സെക്കൻഡ് മാരേജ് കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പോ നമുക്ക് എന്തായാലും അത്യാവശ്യം സമയമായി തോന്നുന്നു. നമുക്ക് അപ്പൊ എന്തായാലും ഇന്നത്തെ ഗേളി ടോക്ക് ഇവിടെ അവസാനിക്കാം. നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാൻ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. എനിക്ക് അത് തുറന്നു പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങളുടെ അഭിപ്രായങ്ങളായാലും പിന്നെ എനിക്ക് കുറച്ച് മെയിൽസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നിങ്ങളുടെ ദുഃഖം കണ്ടിട്ടുള്ള സന്തോഷമല്ല, പക്ഷെ നമ്മുടെ ആൾക്കാര് അവരെ മനസ്സ് തുറക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രശ്നങ്ങള് ചിലപ്പോ ഒരാളോട് തുറന്ന് സംസാരിച്ച് നമുക്കത്
ഒരു റിലീഫ് ആയിരിക്കാം. ഞാൻ അതാണ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ഫാമിലിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് മെയിൽ ചെയ്തോളൂ, ഞാൻ വീഡിയോ കൂടെ റിപ്ലൈ തരാനായിട്ട് എന്തായാലും നോക്കാം കേട്ടോ. അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോനെ പറ്റിയിട്ട്, അതായത് എനിക്ക് എന്റെ അഭിപ്രായമായിരിക്കും ഞാൻ ഇവർക്ക് സൊല്യൂഷൻ ആയി കൊടുത്തത്. ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ അഭിപ്രായം ആ ചോദ്യത്തിനുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ നിന്നായിരിക്കാം ആൾക്ക്, ഈ പ്രശ്നമുള്ള ആൾക്ക് ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൊണ്ട് കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ സെർച്ച് ചെയ്ത് കാണുന്നതിനെക്കാട്ടും എളുപ്പമല്ലേ, വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക്. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ സൈനിങ് ഓഫ്.